പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദ്വിപികാരുടെ നാഥ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും നിന്റെ കൃപയാൽ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിൻ്റെ തിരുപ്പിറവിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഒരുക്കങ്ങളെ അങ്ങ് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ കരുതുകയും നോക്കുകയും അങ്ങനെ നിൻ്റെ തിരുപ്പിറവിക്കായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ കൂടി അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ വിചിന്തന വിഷയമാക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ്. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഈശോയുടെ രാജ്യത്വത്തെയും മഹത്വത്തെയും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടത്തേക്ക് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. അത്യുന്നതൻ്റെ പുത്രനും രാജാധിരാജാവുമായ ഈശോയെ, അങ്ങയുടെ രാജകീയ സാന്നിധ്യത്തിൽ ഞങ്ങൾ അണയുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ അങ്ങയെ ഞങ്ങളുടെ ഏക കർത്താവും രാജാവുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. 25 നോമ്പിൻ്റെ ഈ ഒരുക്കകാലത്ത് ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ സിംഹാസനമായി ഒരുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മഹത്വമുള്ള വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ആമേൻ. ഇന്നത്തെ സുവിശേഷത്തിൽ അവൻ വലിയവനായിരിക്കും എന്നുള്ള ഒരു കാര്യം, ലോകത്തിൻ്റെ രാജാവ് എന്നതിനേക്കാൾ ഉപരിയായി അവൻ നമ്മുടെ മുഴുവനും ഹൃദയങ്ങളെ ഭരിക്കുന്ന, ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവനായവൻ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത നൽകുകയാണ്. ക്രിസ്മസ് ലോകത്തിനൊരു രാജാവിനെ സമ്മാനിക്കുന്നു. അവൻ്റെ രാജ്യത്വത്തിന് അവസാനമില്ല. ഈശോയുടെ മഹത്വം ഈ ദിവ്യകാരുണ്യത്തിൽ ഒളിഞ്ഞ് ഇരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യം, ആ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ സജീവ സാന്നിധ്യമായിരിക്കുകയാണ് അവിടുന്ന്. ലോകത്തിൻ്റെ നശ്വരമായ സുഖങ്ങളെയും പണത്തെയും അധികാരത്തെയും രാജാവായി കാണുന്ന പ്രവണതയിൽ നിന്നും നമ്മൾ പിന്മാറി യഥാർത്ഥ രാജാവായ ഈശോയെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം. അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈശോ വെറും മനുഷ്യനല്ല, ദൈവപുത്രനാണ്. ഈ വിശ്വാസമാണ് ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ അടിസ്ഥാനം. ഈ വിശ്വാസമില്ലാതെ വെറുതെ കുറേ നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഒരുക്കങ്ങളുമായി നമ്മൾ പോയി കഴിഞ്ഞാൽ യഥാർത്ഥമായൊരു ക്രിസ്മസിൻ്റെ വിശ്വാസം നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരുക്കത്തിൻ്റെ ഒരു ആഴം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വിശ്വാസത്തിൻ്റെ ഒരു ആഴം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ക്രിസ്മസ് ഒരുക്കത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമെന്ന് പറയുന്നത് അവൻ മനുഷ്യപുത്രനാണ് എന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുന്നതിനും ദൈവപുത്രൻ നമുക്ക് വേണ്ടി മനുഷ്യനായി പിറന്നു എന്ന സത്യത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും ഈ ദിനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ദാവീദിൻ്റെ സിംഹാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീതിയുടെ ഭരണം നടക്കുന്ന സ്ഥലമാണ് ദാവീദിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. അത് നീതിയുടെയും സമാധാനത്തിൻ്റെയും ഭരണത്തെയാണ് സൂചിപ്പിക്കുക. ഈശോ നമ്മുടെ ഹൃദയത്തിൽ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശോയുടെ നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ അവിടെ നീതിയും സമാധാനവും ഉണ്ടാകും. ഈശോയെ നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വാഴുകയും അങ്ങനെ യഥാർത്ഥമായ നീതിയും സമാധാനങ്ങളും നിറയ്ക്കുകയും ചെയ്യണമേ. നമ്മുടെ ജീവിതത്തിൽ അനീതിയുടെയും അസമാധാനത്തിൻ്റെയും മേഖലകളെ ഈശോയ്ക്ക് സമർപ്പിക്കുക. അവിടുത്തെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏക സിംഹാസനമായി അംഗീകരിക്കുക. അതുപോലെ തന്നെ ക്രിസ്മസ് ഒരുക്കമെന്ന് പറഞ്ഞാൽ രാജകീയ ഒരു സ്വീകരണമാണ്. നമ്മൾ നമ്മുടെ രാജാവിൻ്റെ ജനനത്തിനായി ഒരുങ്ങുകയാണ്. നമ്മുടെ ഹൃദയമാവുന്ന പുൽക്കൂടിന് ഒരു രാജകീയമായ സ്വീകരണം നൽകാൻ നാം ഒരുങ്ങണം. അതിന് നമ്മൾ പ്രാർത്ഥന,
ഉപവാസം, ദാനധർമ്മം എന്നിവ നമ്മുടെ രാജകീയ സംഭാഷണങ്ങളാണ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കണം, നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുക്കണം, ഉപവസിച്ചൊരുങ്ങണം, ദാനധർമ്മത്തിലൂടെ ഒരുങ്ങണം. അങ്ങനെ നമ്മുടെ രാജകീയ സമ്മാനങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കി വെക്കാനായി സാധിക്കണം. ജീവൻ്റെയും, അതായത് ഈശോയെ, നമുക്ക് ഈശോയെ പ്രാർത്ഥിക്കാം. ഈശോയെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദിവികാരണത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ തന്നെ, ആ ഈശോയെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഹൃദയത്തിലും ഏക രാജാവായി സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഏക രാജാവായി നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ ഏക രാജാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഭരണം നടത്തേണ്ട മേഖലകൾ സമർപ്പിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടുത്തെ ഭരണം നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിട്ടുകൊടുക്കാത്ത ചില മേഖലകളുണ്ട് എങ്കിൽ ആ മേഖലകളെ കൂടി വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. ഈശോ രാജാവായി വാഴുന്ന ഏറ്റവും മനോഹരമായൊരു സമയത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ലോകത്തിൻ്റെയും ഞങ്ങളുടെയും രാജാവായ ഈശോയ്ക്ക് മുമ്പിൽ അവിടുത്തെ നീതിയും സമാധാനവും ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോക നേതാക്കൾ നീതിയോടെ ഭരിക്കുന്നതിനും എല്ലാ രാജ്യങ്ങളും ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഈശോയെ രാജാവെ അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ രാജാവെ അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണമേ. ക്രിസ്തുമതം പീഡനം അനുഭവിക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവർ എന്നിവർക്ക് വേണ്ടി അത്യുന്നതൻ്റെ പുത്രൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ഈശോ രാജാവെ അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ നോമ്പുകാല പരിശ്രമങ്ങൾ ഫലദായകമാകുന്നതിനും ക്രിസ്മസിന് അവിടുത്തെ മഹത്വം ദർശിക്കുന്നതിനു വേണ്ടി ഈശോ രാജാവെ അങ്ങയുടെ സിംഹാസനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈ തമ്പുരാൻ്റെ ഈശോരാജാവായ അവിടുത്തെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, അങ്ങൻ്റെ രാജാവാണ്, അങ്ങയുടെ രാജ്യത്തിന് അവസാനമില്ല. എൻ്റെ ജീവിതം പൂർണ്ണമായും അങ്ങയുടെ ഭരണത്തിന് ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ്റെ പുത്രനും ഞങ്ങളുടെ രാജാവുമായ ഈശോയുടെ മഹത്വത്തിൽ സന്തോഷിച്ച് സമാധാനത്തോടെ അവിടുത്തെ വരവിനായി ഒരുങ്ങുക. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.